കേരള ഭരണ സർവീസിൽ എല്ലാ സ്ട്രീമിലും സംവരണം നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭം ശക്തം. വെൽഫെയർ പാർട്ടി സെക്രട്ടേറിയറ്റ് മാർച്ചും കേരള റീജിയണൽ ലാറ്റിൻ കാത്തലിക് കൗൺസിൽ സെക്രട്ടേറിയറ്റ് ധർണയും സംഘടിപ്പിച്ചു. സംവരണ നിഷേധത്തിനെതിരെ സംവരണ മെമ്മോറിയൽ സംഘടിപ്പിക്കുമെന്ന് വെൽഫെയർ പാർട്ടി പറഞ്ഞു. ന്യൂസിൽ നിന്ന് ആരംഭിച്ച വെൽഫെയർ പാർട്ടിയുടെ പ്രതിഷേധ മാർച്ച് സെക്രട്ടേറിയറ്റിലെ സമരഗേറ്റ് മുന്നിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന സമ്മേളനം വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം ഉദ്ഘാടനം ചെയ്തു. സംവരണ നിഷേധത്തിലൂടെ സവർണാധിപത്യത്തെ ഊട്ടിയുറപ്പിക്കാനാണ് CPM നേതൃത്വം നൽകുന്ന സർക്കാർ ശ്രമിക്കുന്നതെന്ന് ഹമീദ് വാണിയമ്പലം പറഞ്ഞു. LDF ഗവൺമെന്റ് ചാതുർവർണ്ണ വ്യവസ്ഥയെ തിരിച്ചു കൊണ്ടുവരികയാണ്. LDF ഗവൺമെന്റ് വർണ്ണാശ്രമത്തെ തിരിച്ചു കൊണ്ടുവരികയാണ്. LDF ഗവൺമെന്റ് RSSന്റെ പ്രത്യയശാസ്ത്രം വേരൂന്നി നിൽക്കുന്ന ബ്രാഹ്മണ വ്യവസ്ഥയാണ് KAS-ലൂടെ സ്ഥാപിക്കാൻ പോകുന്നത് എന്ന അപകടകരമായ കാര്യം നമ്മൾ തിരിച്ചറിയണം. മുന്നാക്ക സംവരണം നടപ്പിലാക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ പ്രക്ഷോഭം ശക്തമാക്കുമെന്നും വെൽഫെയർ പാർട്ടി പറഞ്ഞു. വിവിധ പിന്നാക്ക സംഘടനകളെ പ്രതിനിധീകരിച്ച് ഫാദർ തിയോദേശിയസ്, പ്രൊഫസർ അബ്ദുൾ റഷീദ്, വിഷ്ണുപുരം ചന്ദ്രശേഖരൻ, കുട്ടപ്പൻ ചെട്ടിയാർ, സജി കൊല്ലം, റജി പേരുകട, ഷംസുദ്ദീൻ മന്നാനി തുടങ്ങിയവർ സംസാരിച്ചു. കേരള റീജിയൻ ലാറ്റിൻ കാത്തലിക് കൗൺസിൽ സംഘടിപ്പിച്ച സെക്രട്ടേറിയറ്റ് ധർണയിലും നിരവധി പേർ പങ്കെടുത്തു. അത് നിയമപരമായി നേരിടും, രാഷ്ട്രീയപരമായും മറ്റ് ജനകീയ ശക്തി ഉപയോഗിച്ചും ഈ സർക്കാർ നടപടിയെ ശക്തിയുക്തം ഞങ്ങൾ ചെറുക്കും. KAS-ന്റെ അന്തിമ വിജ്ഞാനം ഇറക്കുന്നത് സർക്കാർ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരെ മരവിപ്പിച്ചെങ്കിലും സംവരണം ഉറപ്പുവരുത്തുന്നവരെ പ്രതിഷേധത്തിൽ നിന്ന് പിന്മാറില്ല നിലപാടിലാണ് പിന്നാക്ക സംഘടനകൾ. മീഡിയ 1 തിരുവനന്തപുരം.